എല്ലാവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഗുരുവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പാർട്ടാണ് ഫാർമക്കോളജിയിലെ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെന്റ് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന്. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസസ് ദി അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ്. നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ കൂടെയാണ് ആ ഡ്രഗ് കൊടുക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഒരു മേജർ ഫാക്ടറാണ്. ആ ഡ്രഗിന്റെ അബ്സോർപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് നമ്മൾ കൊടുക്കുന്ന റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഏത് റൂട്ടാണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ഡ്രഗിന്റെ എഫക്റ്റിലും വ്യത്യാസം ഉണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ. ഡ്രഗ് കൊടുക്കുന്ന സമയം തൊട്ടുള്ള അതിന്റെ ആക്ഷൻ, അതായത് നമ്മൾ ഡ്രഗ് കൊടുത്തതിന് ശേഷം തൊട്ട് അതിന്റെ ആക്ഷൻ തുടങ്ങുന്ന വരെയുള്ള ഇന്റർവെൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ മേജർ റോൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ഇത് നോക്കേണ്ട ഒരു സാധനമാണ് ബയോളജിക്കൽ ലാഗ്. ബയോളജിക്കൽ ലാഗ് ഈസ് ദി ഇന്റർവെൽ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റെസ്പോൺസ്. ഒരു ഡ്രഗിന്റെ അഡ്മിനിസ്ട്രേഷനും അതിന്റെ ആ ഡ്രഗിന്റെ ഒരു ആക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഇന്റർവെൽ ആണ് ബയോളജിക്കൽ ലാഗ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ബയോളജിക്കൽ ലാഗ് എന്താണെന്നുള്ളത്. നമ്മൾ നോക്കുന്നത് വേരിയസ് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏതൊക്കെ റൂട്ട്സ് ആണ് ഉള്ളത് എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒരു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓറൽ ഓർ എൻട്രൽ, പിന്നെ വരുന്നതാണ് പാര എൻട്രൽ, പിന്നെ ലോക്കൽ ഓർ ടോപ്പിക്കൽ അപ്ലിക്കേഷൻ. ഇതിൽ ഓറൽ റൂട്ട് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇതിന് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റുന്നത് ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസ് ആണ്. പിന്നെ പാര എൻട്രലിൽ വരുന്നതാണ് ഇൻജെക്ഷൻ, ഇൻഫ്യൂഷൻസ്. പിന്നെ ലോക്കൽ ടോപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീംസ്, ഓയിൻമെന്റ്സ്, ഇതൊക്കെയാണ് ലോക്കൽ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഇനി ഓറൽ ഓർ എൻട്രൽ റൂട്ട്. ഓറൽ ഓർ എൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് റൂട്ട്. നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റൂട്ട് ആണ് ഓറൽ ആൻഡ് എൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഇതിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര സേഫ് ആണ്, കൺവീനിയന്റ് ആണ്, എക്കണോമിക്കൽ ആണ്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. ആൾക്കാർക്ക് ഡ്രഗ് കഴിക്കാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇതിൽ സെൽഫ് മെഡിക്കേഷൻ ഉണ്ട്. സെൽഫ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മെഡിക്കേഷൻ എടുക്കാം, മറ്റൊരാളുടെ സഹായം വേണ്ട. പിന്നെ ഇപ്പൊ നമ്മളൊരു ഡ്രഗ് വിത്ഡ്രോവൽ ഓഫ് ദ ഡ്രഗ് ഈസ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രഗ് അല്ല വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ് അല്ല വേണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രഗ് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഓറൽ ഓർ എൻട്രൽ റൂട്ടിനുണ്ട്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓൺസെറ്റ് ആക്ഷൻ ഓഫ് ഡ്രഗ് ഈസ് ലോ. The drug may be inactivated by the gastric enzymes. This route is not possible in an unconscious patient. Drugs producing nausea and vomiting cannot be administered. ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗിന്റെ ആക്ഷൻ. നമ്മൾ ഇപ്പോൾ ഒരു ഓറൽ റൂട്ട് വഴി ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് ഒരു ക്യാപ്സ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ തുടങ്ങാൻ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ടാവില്ല. ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. പിന്നെ അതുപോലെ നമ്മളിത് എൻസൈംസ്, നമ്മളിപ്പം ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഇത് പല എൻസൈംസും ആയിട്ട് റിയാക്ഷൻ നടക്കും. അപ്പോൾ മേ ബി ആ ഡ്രഗിന്റെ ഒരു എഫക്റ്റ് ഇനാക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെയുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് റൂട്ട് ഇസ് നോട്ട് പോസിബിൾ ഇൻ അൺകോൺഷ്യസ് പേഷ്യന്റ്. ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റിന് ടാബ്ലറ്റ് ഓർ ക്യാപ്സ്യൂൾ കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ റൂട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അൺകോൺഷ്യസ് പേഷ്യൻസിന്. പിന്നെ നോസിയ, വൊമിറ്റിംഗ് അതുപോലെ കോസ് ചെയ്യുന്ന ഡ്രഗ്സ് നമുക്ക് ഈ റൂട്ട് വഴി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ ഡിസഡ്വാൻറ്റേജ്, ഓറൽ റൂട്ടിലെ ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ. നമ്മളത് ഓർത്ത് ഇത്രയും പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ റൂട്ടിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പാര എൻട്രൽ റൂട്ട്. ഓറൽ റൂട്ട് അല്ലാതെ കൊടുക്കുന്ന ഡ്രഗ്സ്, ബാക്കി റൂട്ട്സ് വഴി കൊടുക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ പാര എൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഈ പാര എൻട്രൽ റൂട്ടിൽ നമ്മൾ ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഇസ് റാപ്പിഡ് ആൻഡ് ക്വിക്ക്. അൺലൈക്ക് ഓറൽ റൂട്ട് ഇതിന്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, അപ്പൊ ആക്ഷനും പെട്ടെന്നായിരിക്കും. പിന്നെ നമുക്ക് ആക്യുറേറ്റ് ഡോസ് ക്യാൻ ബി ഗിവൻ. നമുക്ക് ആവശ്യമുള്ള ഡോസ് കൊടുക്കാൻ പറ്റും. പിന്നെ എമർജൻസി കേസസിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഈ സർക്കുലേഷനിലേക്ക്, ബ്ലഡ് സർക്കുലേഷനിലേക്ക് ഡ്രഗ് ഒരു ആക്റ്റീവ് ഫോമിലേക്ക് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ഓറൽ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ് അതിന്റെ ഇനാക്റ്റീവ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ പാര എൻട്രൽ റൂട്ടിൽ ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അതിന്റെ ആക്റ്റീവ് ഫോമിലോട്ട് തന്നെയായിരിക്കും എൻ്റർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പെയിൻ മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻജെക്ഷൻ. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പാര എൻട്രൽ റൂട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻജെക്ഷൻ. അപ്പൊ ഇൻജെക്ഷൻ കൊടുക്കുന്ന സമയത്ത്
പെയിൻ, ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സൈറ്റിൽ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഓറലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് റൂട്ടാണ്. ഇതിന് സ്റ്റെറൈൽ പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ് ഫോർ ഇഞ്ചക്ഷൻ. ഓറൽ പോലെയല്ല, ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെതായ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ പ്രൊസീജിയറിന് അതിൻ്റെതായ സ്റ്റെറിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇതിൽ സെൽഫ് മെഡിക്കേഷൻ പറ്റില്ല. ഓറൽ പോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ സെൽഫ് മെഡിക്കേഷൻ ഇസ് നോട്ട് പോസിബിൾ പാരാ എൻട്രൽ റൂട്ടിൽ. ഇതൊക്കെ നമുക്ക് ഏതൊക്കെയാണ് പാരാ എൻട്രൽ റൂട്ട് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു പാരാ എൻട്രൽ റൂട്ടിനെ ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇഞ്ചക്ഷൻ ഉണ്ട്, ഇൻഹലേഷൻ ഉണ്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് ഉണ്ട്, ട്രാൻസ്മ്യൂക്കോസൽ ഉണ്ട്, സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റംസ് ഉണ്ട്. ഇത്രയായിട്ടാണ് പാരാ എൻട്രൽ റൂട്ടിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ റൂട്ടും എന്താണെന്നുള്ളത് നോക്കാം. ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. നമ്മൾ സ്കിന്നിലോട്ട് ഒരു നീഡിൽ വെച്ച് ചെയ്യുന്നതാണ് ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷനെ തന്നെ പിന്നെയും ഫെർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, അങ്ങനെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പോവാണ്. അതിൽ ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ ദ ഡ്രഗ് ഈസ് ഇൻജെക്റ്റഡ് ഇൻ ദ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ. ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ലെയേഴ്സിലോട്ടാണ് ഡ്രഗ് ഇൻജെക്ട് ചെയ്യുന്നത്. ഇനി സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ലെയർ, സ്കിന്നിന്റെ സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്കാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൽ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേജറായിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് ആണ് നോൺ ഇറിറ്റന്റ് സബ്സ്റ്റൻസസ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ബൈ ദിസ് റൂട്ട്. ഇതിൽ നമ്മൾ നോൺ ഇറിറ്റന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാത്രമേ നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റൂ സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ. പിന്നെ വരുന്നത് ഇൻട്രാമസ്കുലർ, ഇൻജെക്റ്റഡ് ഡീപ് ഇൻ ടു മസിൽ ടിഷ്യൂസ് ആൻഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഇസ് റാപ്പിഡ്. ഇതിൽ മസിൽ ടിഷ്യൂ, ഡീപ്പർ ആയിട്ടുള്ള മസിൽ ടിഷ്യൂലോട്ടാണ് ഇഞ്ചക്ഷൻ ഇൻജെക്ട് ചെയ്യുന്നത്. ഇവിടെ ആക്ഷനും റാപ്പിഡ് ആയിരിക്കും. ഇനി വരുന്നതാണ് ഇൻട്രാവീനസ്, IV കൊടുക്കുന്നതൊക്കെ അല്ലേ, അതാണ് ഇൻട്രാവീനസ്. വെയിനിലോട്ടേക്ക് ഇൻജെക്ട് ചെയ്യുന്നതാണ് ഇൻട്രാവീനസ് റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് ഇൻട്രാ ആർട്ടീരിയൽ, ദ ഡ്രഗ് ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു ആൻ ആർട്ടറി. ഒരു ആർട്ടറിയിലേക്ക് ഡ്രഗ് ഇൻജെക്ട് ചെയ്യുന്നതാണ് ഇൻട്രാ ആർട്ടീരിയൽ. ഇൻട്രാ പെരിറ്റോണിയൽ, ദ ഡ്രഗ് ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു എ പെരിറ്റോണിയൽ ക്യാവിറ്റി. ഒരു പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്കാണ് ഇവിടെ ഡ്രഗ് ഇൻജെക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ബോൺ മാരോ. ത്രോംബോസിസോ അല്ലെങ്കിൽ സർക്കുലേറ്ററി കൊളാപ്സോ കാരണം നമുക്ക് വെയിൻസ് കിട്ടാണ്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ബോൺ മാരോ എന്ന് പറഞ്ഞ ബോൺ മാരോ റൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻജെക്ഷനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇൻട്രാഡെർമൽ ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഉണ്ട്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, ഇൻട്രാ ആർട്ടീരിയൽ, ഇൻട്രാപെരിറ്റോണിയൽ, ബോൺ മാരോ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഹലേഷൻ റൂട്ടാണ്. ഇപ്പൊ നമ്മൾ ആവി പിടിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഇല്ലേ, അതൊക്കെ ഈ ഇൻഹലേഷനിൽ വരുന്നതാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് പെട്ടെന്ന് അബ്സോർബ് ആവും. ലോക്കലൈസേഷൻ ഓഫ് ദി എഫക്ട് ഇൻ ഡിസീസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. ഇപ്പം റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള ഡിസീസിന് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഇൻഹലേഷൻ ത്രൂ കൊടുക്കുന്ന മെഡിസിൻസ് ആകുമ്പോൾ ആ ഡിസീസ് എഫക്റ്റ് ആയിട്ടുള്ള പാർട്ട് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അതാണ് ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിലൊക്കെ നമ്മൾ ഡുവോളിൻ പോലത്തെ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുറെ ഇൻഹേലേഴ്സ് ഉണ്ട്. ഇപ്പം ഡുവോളിൻ, ഫോറാക്കോട്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ഡ്രഗ്സ് ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പൂർ എബിലിറ്റി ടു റെഗുലേറ്റ് ഡോസ്. നമുക്ക് ഡോസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻഹേലേഴ്സിൽ ഒരു ഫിക്സഡ് ഡോസ് ആയിരിക്കും, നമുക്കത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഡിഫിക്കൽട്ട് ഇൻ ദ മെത്തേഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാലോ ഇൻഹലേഷൻ യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതിന് അതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്. കുറച്ച് ബാക്കി റൂട്ടിനെ വെച്ച് നോക്കുന്നതിന് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട്. ഈ ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കിൻ ത്രൂ ഒരു ഡ്രഗ് ഡെലിവർ ചെയ്യുന്നതാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ പാസസ് അക്രോസ് ദ സ്കിൻ ആൻഡ് എൻറ്റേഴ്സ് ദ ബ്ലഡ് സ്ട്രീം. അതാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്കിന്നിന്റെ ഉള്ളിലോട്ട് ഒരു ഡ്രഗ് കൊടുത്തിട്ട് അത് ബ്ലഡ് സ്ട്രീമിലോട്ട് ഡയറക്റ്റ് എത്തുന്നതിനെയാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ടിനെ തന്നെ ഫെർദർ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അയനോട്ടോഫോറസിസ്. അയനോട്ടോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the drug is driven deep into the skin by means of a galvanic current such as salicylate. സാലിസിലേറ്റ് പോലെയുള്ള ഗാൽവനിക് കറന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രഗിനെ സ്കിന്നിന്റെ ഡീപ്പർ ടിഷ്യൂസിലോട്ടേക്ക് കയറ്റും. അങ്ങനെയാണ് ഈ റൂട്ടിൽ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്.
അപ്പൊ നമുക്കിത് ഇതിന്റെ പിക്ചേഴ്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചില ഫേഷ്യൽ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഗാൽവനിക് കറണ്ട് യൂസ് ചെയ്ത് നമ്മൾ ഈ സ്കിന്നിൽ ചില ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്ന കാണാം. അത് നമ്മുടെ ഫേസിലെ ടിഷ്യൂസിന് വേണ്ടിയിട്ടും ഫേസിലെ സെൽസിന് വേണ്ടിയിട്ടുമാണ്. അതുപോലെ ഡ്രഗ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ അയോൺടോഫോറസിസ്. അപ്പം ഇതിന്റെ പിക്ചേഴ്സ് നമുക്ക് റെഫറൻസിന് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനി അടുത്ത വരുന്നതാണ് ഇനങ്ഷൻ. ഇനങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ റബ്ബിംഗ് ഓഫ് ദ ഡ്രഗ് ഓൺ ടു ദ സ്കിൻ. ദ ഡ്രഗ് ഗെറ്റ്സ് അബ്സോർബ്ഡ് ആൻഡ് പ്രൊഡ്യൂസസ് സിസ്റ്റമിക് എഫക്ട്സ്. നമ്മളൊരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രഗിനെ നമ്മൾ ആ സ്കിന്നിൽ നമ്മൾ എവിടെയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് ആ പോർഷനിൽ നമ്മൾ ഡ്രഗിനെ റബ്ബ് ചെയ്യും. അപ്പൊ ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ സ്കിൻ നമ്മളിങ്ങനെ ഉരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ചൂട് പോലെ വരില്ലേ, ആ ഒരു ഹീറ്റ് വെച്ചിട്ടാണ് ആ ഡ്രഗ് നമ്മുടെ ആ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇനക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് ജെറ്റ് ഇൻജെക്ഷൻ. ഇതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതൊരു മൈക്രോ ഫൈൻ ഓർഫൈസ് ഉള്ള ഒരു ഗൺ ലൈക്ക് ഇൻസ്ട്രുമെന്റ് ആണ് ഇത്. ഇതിൽ ഡ്രഗ് സൊല്യൂഷൻ നമ്മൾ ഒരു ഹൈ വെലോസിറ്റി ജെറ്റിലോട്ട് നമ്മൾ ഈ ഡ്രഗ് സൊല്യൂഷൻ പ്രൊജക്ട് ചെയ്യാണ്. എന്നിട്ട് അത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ജെറ്റ് ഇൻജെക്ഷൻ. പിന്നെ വരുന്നതാണ് adhesive യൂണിറ്റ്സ്. ഇറ്റ്സ് എ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് adhesive യൂണിറ്റ്. നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഒരു അഡസീവ് ഫോമിൽ നമ്മൾ ഒട്ടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രഗ് ആണ് ഈ അഡസീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഇപ്പൊ ട്രാവൽ മോഷൻ സിക്നസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാച്ച് ലൈക്ക് സാധനം നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ ഇയറിന്റെ ബാക്കിലായിട്ട് നമ്മൾ ആ സാധനം ഒട്ടിച്ചു വെക്കും. അതുപോലെ കുറച്ച് ഡ്രഗ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ ഫെന്റനൈൽ പാച്ച്, ഹോർമോൺ പാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് പാച്ചസ് നമ്മൾ സ്കിന്നിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഏത് റൂട്ടിലോ ഏത് സൈറ്റ് ആണോ നമുക്ക് വേണ്ടത് ആ സൈറ്റിൽ നമ്മൾ ഈ പാച്ച് ഒട്ടിക്കും. അങ്ങനെയാണ് ഈ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് ഈ അഡസീവ് യൂണിറ്റ്സിൽ. ഈ ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ടിൽ ഈ പറഞ്ഞ അയോണോട്ടോഫോറസിസ് ആണെങ്കിലും ഇനങ്ഷൻ ആണെങ്കിലും ജെറ്റ് ഇൻജെക്ഷൻ ആണെങ്കിലും അഡസീവ് യൂണിറ്റ്സ് ആണെങ്കിലും ഇതിന്റെ പിക്ചേഴ്സ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാവും ഇത് എന്താണ് എന്നുള്ളത്. ഈ ഈ സെന്റൻസും ആ പിക്ചേഴ്സും കൂടെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി അടുത്ത ഒരു റൂട്ടാണ് ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്. ഈ ട്രാൻസ്മ്യൂക്കോസൽ റൂട്ടും നമ്മൾ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സബ്ലിംഗ്വൽ റൂട്ടിലേക്കായിട്ട്. സബ്ലിംഗ്വൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് കണ്ടെയ്നിങ് ദ ഡ്രഗ് ഈസ് പുട്ട് അണ്ടർ ദ ടങ് ആൻഡ് അലൗഡ് ടു ഡിസോൾവ് ഇൻ ദ മൗത്ത്. നമുക്കറിയാം നമ്മുടെ ടങ്ങിന്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം പോലെ എന്താ പറയാ വെയിൻസും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ടങ്ങിന്റെ അടിയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും ഈ ഡ്രഗ് നമ്മുടെ ടങ്കിന്റെ ഈ താഴ്ഭാഗത്തായിട്ട് വെക്കുമ്പോൾ. അപ്പൊ ഇത് സബ്ലിംഗ്വൽ റൂട്ട് എന്ന് പറയുന്നത് ടാബ്ലറ്റ് കണ്ടെയ്നിങ് ദ ഡ്രഗ് ഇസ് പുട്ട് അണ്ടർ ദ ടങ്. ഈ ടങ്കിന്റെ താഴെയുള്ള പൊസിഷനിലാണ് നമ്മൾ ഈ ഡ്രഗ് വെക്കുന്നത്. ഇവിടെ പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മൾ ഈ റൂട്ടിൽ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഫാസ്റ്റർ ഓൺസ്റ്റ് ഓഫ് ആക്ഷൻ ഒക്കെ പെട്ടെന്നായിരിക്കും. ഇനി നോക്കാൻ പോകുന്നതാണ് സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റമിൽ നമുക്ക് മൂന്നായിട്ട് നമ്മൾ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒക്യൂസെറ്റ്, പ്രൊജസ്റ്റാസെറ്റ്, പ്രോഡ്രഗ്. ഈ ഒക്യൂസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഡയറക്ട്ലി അണ്ടർ ഐലിഡ്. നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള കണ്ണിന്റെ ഐലിഡിന്റെ അടിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഒക്യൂസെറ്റ്. പ്രൊജസ്റ്റാസെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻറ്ററാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്. നമ്മുടെ ഈ IUD അങ്ങനെയുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് പ്രൊജസ്റ്റാസെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പ്രോഡ്രഗ്? നമ്മുടെ ഡ്രഗിന്റെ തന്നെ ഒരു ഇനാക്റ്റീവ് ഡ്രഗ് ആയിരിക്കും. അത് നമ്മൾ എടുത്തു കഴിഞ്ഞ് നമ്മളത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ബോഡിയിലുള്ള എൻസൈംസും ഒക്കെ അറിയിക്കട്ടെ മെറ്റബോളൈസേഷൻ ഒക്കെ നടന്നതിന് ശേഷം അത് അതിന്റെ ആക്റ്റീവ് ഫോമിലോട്ട് മാറും. അതാണ് ഈ പ്രോഡ്രഗ് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ പാരാഎൻട്രൽ റൂട്ടിൽ വരുന്നത്. പാരാഎൻട്രൽ റൂട്ടിൽ വരുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇഞ്ചക്ഷൻ, ഇൻഹലേഷൻ, ട്രാൻസ്ക്യൂട്ടേനിയസ്, ട്രാൻസ്മ്യൂക്കോസൽ, സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത റൂട്ടാണ്, ലാസ്റ്റ് റൂട്ടാണ് ലോക്കൽ ആപ്ലിക്കേഷൻ. ലോക്കൽ ആപ്ലിക്കേഷനിൽ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൻമെന്റ്സ്, പൗഡേഴ്സ്, പേസ്റ്റ്, ലോഷൻസ്, ഡ്രോപ്സ് ഇതൊക്കെയാണ് ഈ ലോക്കൽ ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇത് നമ്മൾ എന്താണ് ഡയറക്ട്ലി സൈറ്റ് ഓഫ് ആക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇപ്പം നമ്മൾ പൗഡർ ആണെങ്കിലും ഓയിൻമെന്റ്സ് ആണെങ്കിലും നമ്മൾ കയ്യിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് നമ്മൾ അവിടെ ലോക്കലി അപ്ലൈ ചെയ്യുകയാണ്. പിന്നെ ഇത് നമുക്ക് കൺജന്റൈവ എന്ന് പറഞ്ഞാൽ കണ്ണിലൊക്കെ നമ്മൾ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നില്ല, അതൊക്കെ ലോക്കൽ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്.
പിന്നെ എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്പോസിറ്ററീസ് ഫോർ വെജൈന ആൻഡ് റെക്ടം. ഇതൊക്കെയാണ് ലോക്കൽ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. നമ്മൾ ഇന്ന് നോക്കിയത് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ എന്താണ് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഇൻട്രൊഡക്ഷൻ നോക്കി. ഇൻട്രൊഡക്ഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് ആണ് ബയോളജിക്കൽ ലാഗ് എന്താണെന്ന് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം, പിന്നെ റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തന്നെ വരയ്ക്കാം നമുക്ക് ഏതൊക്കെ റൂട്ടാണെന്ന്. എന്നിട്ട് ഓരോ റൂട്ടും എന്താണെന്ന് എഴുതുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാം. എല്ലാത്തിന്റെയും ഓരോ എക്സാമ്പിൾസ് എഴുതുക. അപ്പൊ ഓറൽ റൂട്ട് ആണെങ്കിൽ അതെന്താണെന്ന് ഒരു കുറച്ചൊന്ന് അതെന്താണെന്ന് എഴുതുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒരു 3 പോയിന്റ്സ് ഈച്ച്, മിനിമം ഒരു 3 പോയിന്റ്സ് എങ്കിലും എഴുതുക. പിന്നെ അതിനൊരു എക്സാമ്പിൾസ് ഓറൽ റൂട്ടിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ് മതി. പാരാൻട്രൽ റൂട്ടും സെയിം. നമ്മൾ ജസ്റ്റ് പാരാൻട്രൽ റൂട്ട് എന്താണ് അതിനെ ജസ്റ്റ് ഫർദർ ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുള്ള എക്സാമ്പിൾസ് എഴുതാം. പിന്നെ ലോക്കൽ ആപ്ലിക്കേഷനിലാണെങ്കിലും അതുപോലെ എന്താണ് ലോക്കൽ ആപ്ലിക്കേഷൻ അതിനുള്ള എക്സാമ്പിൾസും എഴുതാം. അപ്പോൾ ഓറൽ റൂട്ടിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതണം. മിനിമം ഒരു 3 പോയിന്റ്സ് എങ്കിലും വേണം. എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. ഇനി എസ് എ ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ പാരന്റൽ റൂട്ട് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പാരന്റൽ റൂട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാം. പിന്നെ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. പാരാൻട്രൽ റൂട്ടിനെ എങ്ങനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഇൻജെക്ഷൻ, ഇൻഹലേഷൻ, ട്രാൻസ്ക്യൂട്ടേനിയസ്, ട്രാൻസ്മ്യൂക്കോസൽ, സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. എന്നിട്ട് നമ്മൾ ഇത് ഓരോന്നും എന്താന്ന് എഴുതാം. എന്തൊക്കെയാണ് ഈ ഇൻജെക്ഷൻ എന്താന്ന് എഴുതാം. ആ ഇൻജെക്ഷനിൽ വരുന്നതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഐ വി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഹലേഷൻ, ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട്, ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്, സ്പെഷ്യൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഇത് ഇത്രയും പാരാൻട്രലിൽ വരികയാണ്. അപ്പോൾ പാരാൻട്രൽ റൂട്ട് മാത്രമാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഇത് ഇത്രയും വെച്ച് ഒന്ന് ഓരോ പോയിന്റും കുറച്ചത് എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് നമുക്ക് എസ് എ ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റും. പാരാൻട്രൽ മാത്രമാണ് ചോദിക്കുന്നത്. പിന്നെ ലോക്കൽ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് എന്തായാലും എസ് എ ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല. അത് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതായിരിക്കും ലോക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇത് ഇത്രയും എല്ലാ റൂട്ടും അതിന്റെ എക്സാമ്പിൾസും വെച്ച് എഴുതാം. ഇനി പാരാൻട്രൽ റൂട്ട് മാത്രമാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പാരാൻട്രൽ റൂട്ട് എന്താന്ന് എഴുതാം. ആ പാരാൻട്രൽ റൂട്ടിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെ വീണ്ടും സബായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എഴുതാൻ തന്നെ നമ്മുടെ വൃത്തിക്ക് നമുക്ക് ഒരു എസ് എ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ താങ്ക് യു. ഇത് ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോർഷൻസ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് വഴി ചോദിക്കാം. അപ്പൊ താങ്ക് യു. ബൈ.